ഹലോ ഓൾ, റൈറ്റ് ആൻഡ് റോങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ച്, ഇന്നത്തെ പ്രധാന കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലേഡീസ് ജിമ്മിൽ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ജിമ്മിൽ വന്നാൽ അവർക്ക് സമൂഹത്തിൽ എന്താണ് അവരെയൊക്കെ പറ്റി പറയുന്നത്, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പോകുന്നു. അതിന് ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കി. കണ്ണാടിയുടെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു, എവിടെ വിചാരം മസിൽ പെട്ടെന്ന് അറിയുന്നു, വെറുതെ ആവശ്യമില്ല. ഏട്ടാ, ഇയാള് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു കേട്ടാ. നിങ്ങളെ പോലെ നമ്മൾ മസിൽ ഊതിപ്പെരിപ്പിക്കാനൊന്നും അല്ല ജിമ്മിൽ വരുന്നത്. നമ്മുടെ വീട്ടു ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അവരെയൊക്കെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വരുന്നത്. നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെങ്തൻ ആക്കാൻ, അല്ലാണ്ട് നിങ്ങളെ പോലെ മസിൽ ഊതിപ്പെരിപ്പിക്കാനൊന്നും അല്ല. സോറി. സാധാരണ ജിമ്മുകളിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, ഇപ്പൊ ലേഡീസ് വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ബോഡി ബിൽഡേഴ്സിന് അതൊരു ഈഗോയാണ്. അവരിപ്പോൾ ഡംബൽ വർക്കൗട്ട് ചെയ്യുന്നു, അവർക്ക് ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് വരുമ്പോൾ അവർക്ക് ഡംബൽ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഇതുപോലുള്ള ചിന്തകൾ വരും. ഇവരിപ്പോൾ വന്ന് വലിയ ബോഡി ബിൽഡർ ആവാൻ പോകുന്നു, ഇവർക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ മസിൽ വരുന്നു. ഒരിക്കലും അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവരെന്തുകൊണ്ടാണ് ഈ ലേഡീസ് ഒരു ജിമ്മിൽ വരുന്നത്? അവർക്ക് ഒന്നത്തെ മെയിൻ കാരണം വെച്ചാൽ അവർക്ക് ഒന്നത്തെ ടൈം കിട്ടുന്നില്ല. അവർ ഒന്നാമത്തെ കേസ് അവർ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ് ആഫ്റ്റർ ഒരു 1 hour എങ്കിലും അവർ കണ്ടെത്തിയിട്ട് നേരെ ജിമ്മിൽ വരുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വേറെ ഒന്നുമില്ല. ഈ 1 hour അവർ വരുന്നവർക്ക് അവർക്ക് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. കാരണം അവർ ഒരുപാട് മെന്റൽ സ്ട്രെസ്സും അതുപോലെ വീട്ടുകാര്യങ്ങളും വീട്ടു ജോലികളും ഇപ്പം ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കേണ്ട പരിചരണം ഉള്ള ആ ഒരു സിറ്റുവേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ജിമ്മിൽ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി പല സിറ്റുവേഷൻസ് നമ്മൾ ഒരുക്കി കൊടുക്കണം. ഫുൾ സപ്പോർട്ട്. അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ അവർ ആ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ കറക്റ്റായി കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ്, ഇപ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ട്, ഒരു സ്പോട്ടറിൻ്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഒരിക്കലും അവരെ നമ്മൾ തളർത്തി കളയരുത്. എന്ന് വെച്ചാൽ അവർ ഇത്രയും സഹിയിട്ട് ഇതിൻ്റെ എല്ലാത്തിനിടയിൽ കൂടിയാണ് അവർ ഈ ജിം എന്ന രീതിയിൽ വരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ത്രീകൾ സമയം കണ്ടെത്തി ജിമ്മിൽ പോയാലോ നമ്മുടെ സമൂഹം അവരെ കാണുന്നത് വേറൊരു കണ്ണിലൂടെയാണ്. നീ കണ്ടോടാ അവളെ മോള് ജിമ്മിൽ പോകുന്നു, അത് കണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചായക്കടയിലും മറ്റു മുറുക്കൻ കടയിലിരുന്ന് അഴവിറക്കുന്ന ഒരുപാട് കാരണവന്മാരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവരൊന്നും നമ്മൾ അങ്ങനെ പരദൂഷണം പറയണത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അവിടെ ഇടപെട്ട് അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് സ്ത്രീകൾ, എന്തുകൊണ്ട് അവർ ഇതുപോലെ ജിമ്മിൽ വരുന്നു. മെയിനായിട്ട് അവർ വരുന്നത് അവരെ ഹോർമോണൽ ബാലൻസ് ശരിയാക്കാൻ. ഇപ്പൊ സ്ത്രീകൾക്ക് പറയുമ്പോൾ ഒരു 30 എബോവിന് വരുമ്പോൾ 30ക്ക് മുകളിൽ ഏജ് വരുമ്പോൾ അവർക്ക് പതുക്കെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ ഓർത്തോപോറോസിസ്, സാർക്കോപീനിയ ഇതുപോലുള്ള ഡിസീസ് അവർക്ക് പിടിപെടും. അപ്പൊ ഇങ്ങനെയുള്ള ഡിസീസുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജിമ്മിൽ അവർ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്ത് അവർ ജിമ്മിലോട്ട് വിടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നവരെ കുറെ കാരണവന്മാര് പറഞ്ഞ് തളർത്തിക്കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറയുന്ന കാരണന്മാരുടെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് അവരെ കുറച്ച് പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ജിമ്മിലേക്ക് പറഞ്ഞു വിടണം. അപ്പൊ എനിക്ക് ഇത്രയേ പറയുള്ളൂ. നമ്മുടെ മിസ്റ്റർ മിസ്സസ് കോച്ചിലെ റൈറ്റ് ആൻഡ് റോങ് എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ലേഡീസിനെ ജിമ്മിൽ വിടുക. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് കാർഡിയോ ചെയ്യിപ്പിക്കുക. അവരുടെ മെന്റൽ ഹെൽത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൈറ്റ് ആൻഡ് റോങ്ങിൽ ഇന്ന് ലേഡീസിന് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ പുതിയൊരു റൈറ്റ് ആൻഡ് റോങ്ങുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ച്.